ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സുഹൃതികൾക്കും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്ര ദർശനം നമ്മളെല്ലാവരും നടത്താറുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ രഹസ്യമോ അതിൻ്റെ ആധാരമായിരിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു ധാരണ സാധാരണ ഹിന്ദുക്കൾക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ആചരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അറിഞ്ഞുകൊണ്ടുള്ള ആചാരം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദുക്കളിലും എത്തിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേത്രം എന്താണ്? ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷീയതേ ത്രാണേനെ അനേന ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന് ക്ഷതത്തിൽ നിന്ന് നമ്മെ ത്രാണനം ചെയ്യുന്നത്, അതായത് ഉയർത്തുന്നത് ആണ്, രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പറഞ്ഞു അർജുനനോട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരവും അർജുന ക്ഷേത്രം തന്നെയാണ്. നമ്മുടെ ഗാത്രമാകുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന ആ ചൈതന്യത്തെ ഭഗവാൻ വിളിച്ചത് ക്ഷേത്രജ്ഞൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അതേ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഒരു മഹാക്ഷേത്രം. നമുക്കിപ്പോൾ അത്ഭുതം തോന്നും. ഈ ശരീരത്തിൻ്റെ അതേ മാതൃകയിലാണെങ്കിൽ കൈയും കാലും മുഖവും അതുപോലെ കണ്ണും എല്ലാം ഈ ആ ക്ഷേത്രത്തിനുണ്ടാവണമല്ലോ. പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് നോക്കൂ. ഇതുപോലെ കൈകൾ കോർത്തു പിടിച്ച് തലയ്ക്കും പുറകിൽ കെട്ടിക്കൊണ്ട് ഒരാൾ എങ്ങനെയാണോ മലർന്ന് കിടക്കുന്നത്, അതുപോലെയാണ് ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണം. അതുകൊണ്ടാണ് ഗോപുരം ദേവന്റെ പാദമണ്ഡലമാണ് എന്ന് പറയാനുള്ള കാരണം. പാദാരവിന്ദങ്ങളെ നമസ്കരിച്ചിട്ട്, ഗോപുരം തൊട്ട് നമസ്കരിച്ചിട്ടാണ് സാധാരണ ഉള്ളിലേക്ക് കടക്കുക. ആ ഗോപുരത്തിനും ചുറ്റമ്പലത്തിനും ഇടയ്ക്കുള്ള സ്ഥലം ദേവന്റെ കണങ്കാലാണ്. ചുറ്റമ്പലത്തിനുള്ളിലെ ആ ഇടനാഴി അത് ദേവന്റെ ഊരുഭാഗമാണ്. ഈ ഇടനാഴിക്കുള്ളിൽ വെച്ചിരിക്കുന്ന വലിയ ബലിക്കല്ല് മഹാക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വലിയ ബലിക്കല്ല് ദേവിയുടെ ലിംഗഭാഗമാണ്. അതുപോലെ ചുറ്റമ്പലം അത് മാധവജി ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആ നാലമ്പലം കൈകളായിട്ടാണ്. ഇനി അതുപോലെ തന്നെ ആ ഇടനാഴി കഴിഞ്ഞ് നമസ്കാര മണ്ഡപത്തിനും ഇടനാഴിക്കും ഇടയ്ക്കുള്ള അല്പസ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. ആ സ്ഥലം ദേവന്റെ ഉദരഭാഗമാണ്. നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത് ദേവന്റെ ഉരസ്സാണ്. അതുപോലെ നമസ്കാര മണ്ഡപത്തിനും ശ്രീകോവിലിനും ഇടയ്ക്കുള്ള അല്പസ്ഥലമുണ്ട്. അത് ദേവന്റെ ഗളനാളമാണ്, അതായത് കഴുത്താണ്. ഈ ശ്രീകോവിൽ എന്ന് പറയുന്നത് അത് ദേവന്റെ ശിരസ്സാണ്. അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവചൈതന്യമാണ് സാക്ഷാൽ പരമാത്മ സ്വരൂപനായ ദേവൻ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചെറിയ അവബോധം. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ആധാരമായ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. എന്താണ് തന്ത്രം? കുലാർണവ തന്ത്രത്തിൽ
ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു സംവാദ രൂപത്തിലാണ് ആ തന്ത്രശാസ്ത്രത്തിന്റെ പ്രതിപാദനം. അപ്പോൾ ഭഗവാൻ ശിവൻ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും ഉന്നതനായ മൂർത്തി കൂടിയാണ് ശിവൻ. അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് പറയുകയാണ്, നഹി വേദാധിക വിദ്യ ന കൗല സമദർശനം. വേദത്തെക്കാൾ വലിയ വിദ്യയോ തന്ത്രത്തെക്കാൾ വലിയ ശാസ്ത്രമോ ലോകത്ത് നാളിതുവരെ ഉണ്ടായിട്ടില്ല. തസ്മാത് വേദാത്മകാൻ ശാസ്ത്രാൻ വിദ്ധി കൗലാത്മകാൻ പ്രിയേ. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോഴാണ് പാർവതി ദേവി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്താണ് ഭഗവാനെ തന്ത്രം? ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, തനോതി വിപുലാൻ അർത്ഥാൻ തത്വമന്ത്ര സമന്വിതാൻ ത്രാണനം ച കുരുതേ യസ്മാ തന്ത്രമിത്യഭിധീയതേ. തനോതി വിപുലാൻ അർത്ഥാൻ, തനുവിൻ്റെ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വിപുലമായ അർത്ഥപ്രതിപാദനം, അതിനെ ശരിക്കും വിശകലനം ചെയ്ത് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യത്തെ ഉണർത്തി ഉയർത്തി എടുക്കലാണ് ശരിക്കും തന്ത്രശാസ്ത്രത്തിൻ്റെ ആധാരം. അതാണ് തന്ത്രശാസ്ത്രം നമ്മെ ആ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നതും. നമ്മുടെ ശരീരത്തിൻ്റെ വിപുലമായ അർത്ഥപ്രതിപാദനം അത് നടത്താൻ എന്താ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് എന്താണ് കൂടുതലായി അറിയാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതലായി അറിയാനുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതി തന്നെ പഞ്ചഭൂതാത്മകമാണ്, എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? ഭൂമി, അതായത് പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം. അതുപോലെ തന്നെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അത് കൂടാതെ തന്നെ 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം. അപ്പോൾ 15ആയി. അടുത്തതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ 5. അത് ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം. ഇത് 20ആയി. ഇനി അന്ധക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്ന 4 ഭാഗങ്ങൾ കൂടിയുണ്ട്. അതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇവിടെ ഈ 24 തത്വത്തിനുള്ളിൽ, അതായത് ചതുർവിംശതി തത്വത്തിനുള്ളിൽ ഇരിക്കുന്ന ആ ചൈതന്യത്തെ ഉണർത്തി എടുക്കലാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ആധാരം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ചൈതന്യത്തെ ഉയർത്താൻ കഴിയണമെങ്കിൽ വ്യക്തമായ സാധനാ പദ്ധതികൾ, അതുപോലെ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ തന്ത്രശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ തന്ത്രശാസ്ത്രം നമുക്കറിയാം, സാമാന്യേന പറഞ്ഞാൽ ഇത് ആവിർഭവിച്ചത് എവിടെയാണ് എന്ന് വ്യക്തമായ ധാരണ ആർക്കുമില്ല. പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് തന്ത്രശാസ്ത്രത്തിൻ്റെ ആവിർഭാവം കേരളത്തിൽ തന്നെയാണെന്ന്. അതുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വൈദികം, താന്ത്രികം 2 വിധങ്ങളുണ്ട്. അതുകൊണ്ട് അതിൽ വൈദികത്തെ അപേക്ഷിച്ച് താന്ത്രികം അല്പം കൂടി രഹസ്യമാണ്. അത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ശാസ്ത്രമായതുകൊണ്ടാണ് ഇതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണ സാധാരണ ഹിന്ദുക്കളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അനേകം തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ ആവിർഭവിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അംശുമതിയാഗമം, കുലാർണവം, രുദ്രയാമളം, അതുപോലെ മഹാതന്ത്രകൽപ്പം, അനേകം തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊല്ലവർഷം 400-നും 800-നും ഇടയിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവിക്രമൻ എന്ന സാമൂതിരിപ്പാടിൻ്റെ സദസ്സിലുണ്ടായിരുന്ന 18 കവികളെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. അവരെക്കുറിച്ച് വ്യക്തമായി ഒരു ചെറിയ ധാരണ നിങ്ങളിൽ തരികയാണ്. പയ്യു പട്ടേരിമാർ എന്നറിയപ്പെടുന്ന ജ്യേഷ്ഠാനുജന്മാരായ 8 പേരും ഒരു മകനും, അതുപോലെ തിരുവേഗപ്പുഴക്കാർ,
അവരെ തിരുവപ്പറക്കാർ എന്നും പറയുന്നുണ്ട്. അവരും ജ്യേഷ്ഠാനുജന്മാരാണ്, 5 പേരാണ്. അങ്ങനെ 9 5 14 പേര്. കൂടാതെ മുല്ലപ്പള്ളി ഭട്ടതിരി, കാക്കശ്ശേരി ഭട്ടതിരി, ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്, ഉദ്ദണ്ഡ ശാസ്ത്രികൾ, പുനത്ത് നമ്പൂതിരി, ഇങ്ങനെ 5 പേര്. അങ്ങനെ 14 5 19 പേര്. ഇതിൽ പുനത്ത് നമ്പൂതിരി, നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാകും. ഭാഷാരാമായണം ചമ്പുവൊക്കെ എഴുതിയ വിദ്വാനാണ് അദ്ദേഹം ഈ സദസ്സിൽ സംസ്കൃത പാണ്ഡിത്യം അല്പം കുറവായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ ഈ സദസ്സിൽ അരക്കവിയായിട്ടാണ് ഗണിച്ചിരുന്നത്. അങ്ങനെയാണ് 18 കണക്ക് വരാൻ കാരണം. ഇതിൽ ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് നാളിതുവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തന്ത്രശാസ്ത്ര ഗ്രന്ഥം രൂപകൽപ്പന ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് ഏതാണ്ട് 99% താന്ത്രികാചാര്യന്മാരും ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ഉപോത്ബലകമായി ആധാരമായി സ്വീകരിക്കുന്ന പ്രശസ്തമായ തന്ത്രശാസ്ത്ര ഗ്രന്ഥം തന്ത്രസമുച്ചയം. ഈ തന്ത്രസമുച്ചയത്തിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്. ശില്പസമുച്ചയമുണ്ട്, തന്ത്രസമുച്ചയവുമുണ്ട്. അപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ രീതികളാണ് ഈ ശില്പസമുച്ചയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഈ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇത് ക്ഷേത്രത്തിന് ആധാരമായ ഈ ശാസ്ത്രഗ്രന്ഥത്തെ അത് വിപുലമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്ര സംസ്കാരം അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇനി അടുത്തത് വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും തന്ത്രശാസ്ത്രത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം, ഈ ആശയം എത്തിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും സാദര നമസ്കാരം.